ഹലോ. ഹായ് ഗൗരി. ദേവു, അച്ഛാ, അമ്മേ. ദേവു ഫോണില്. ദേവു എന്നെയും കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോവോ? അച്ഛനും അമ്മയും ഒരു സമാധാനം തരുന്നില്ല. സ്പീക്കറിലിട്ടെ. ദേവികേ, എന്തൊക്കെയുണ്ട് മോളെ? പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു അച്ഛാ. ഇനി 4 എക്സാം ബാക്കിയുണ്ട്. മോളെ നീ തീർച്ചയായും ഫംഗ്ഷന് വരില്ലേ? എന്ത് ഫംഗ്ഷൻ അമ്മേ? ഇത് നല്ല പോകിലായി. എന്തോ ഫംഗ്ഷൻ ആണെന്നോ? നിന്റെ അച്ഛന്റെ അമ്മയുടെ 25ാമത് വിവാഹ വാർഷികമാണ് ഈ മാസം. നിനക്കറിയില്ലേ മോളെ? എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. സോറി ദേവു, ഞാൻ പറയാൻ മറന്നുപോയി. അത് പോട്ടെ മോളെ. പിന്നെ ഈ ഫംഗ്ഷൻ നമുക്ക് അടിച്ച് പൊളിക്കാനാ തീരുമാനം. നാട്ടിൽ നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നിനക്ക് എത്ര പെട്ടെന്ന് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വാ. CM ഒക്കെ വരുന്നുണ്ട് മോളെ. അയ്യോ, ഞാൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. നീ ഇല്ലാതെ എങ്ങനെയാ മോളെ ഇത് ആഘോഷിക്കുന്നത്? ഒന്ന് ചുമ്മാരുന്നേ. ഒരു പ്രശ്നമില്ല മോളെ, പഠിത്താണ് പ്രധാനം. അതുകൊണ്ട് മോക്ക് എപ്പോൾ വരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. അന്നത്തേക്ക് നമുക്ക് ഫംഗ്ഷൻ. നീ നിക്ക്, ഞാൻ പറഞ്ഞിട്ട് മതി. പിന്നെ മോളെ, അക്കൗണ്ടിൽ പൈസയൊക്കെ ഉണ്ടല്ലോ അല്ലേ? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? പൈസയൊക്കെ ഉണ്ട് അച്ഛാ, പ്രശ്നമൊന്നുമില്ല. അച്ഛാ, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. ആരും എന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. ദേവു മോളെ, ഒരു കാര്യം പറയാനുണ്ട്, വെക്കരുത്. ഹലോ മിസ് ദേവിക രാജശേഖരൻ. യെസ്, ഹൂ ഈസ് ദിസ്? എന്നെ ഓർമ്മയില്ലേ? അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട വട്ട് കേസ്. ഞാനിപ്പോ ലാബിനുള്ളിലാ. പിന്നീട് നിങ്ങൾ വിളിച്ചാൽ മതി. എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചൂടെ? ഒരു രക്ഷയുമില്ല. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ പ്ലീസ്. ദേവിക, why are you on the phone? കേട്ടില്ലേ, എന്റെ പ്രൊഫസർ വന്നു. ഹാവ് ടു ഗോ. ബൈ. ഓക്കേ, ഞാൻ വെക്കാം. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. സോറി. It's all right. എനിക്ക് എക്സാമിന് ടൈമായി. ഹാവ് ടു ഗോ. ഏയ്, എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്പർ കിട്ടിയെന്നറിയോ? ഒരു 5 മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചൂടെ? അതെ, എന്റെ അച്ഛനും അമ്മയും പഠിക്കാൻ ഇവിടെ അയച്ചത് തോന്നിയാസം നടക്കാനല്ല. അത് അത്ഭുതമായിരിക്കുന്നു. എന്നെ വീട്ടിലുള്ളവരെ പഠിക്കുമൊന്നും വേണ്ട, ചീട്ടും കളിച്ച് ഇവിടെ നടന്നു പറഞ്ഞു വിട്ടിരിക്കുക. ഈ പുസ്തകത്തിന്റെ വലിപ്പം കണ്ടല്ലോ. ഇതിലുള്ളതെല്ലാം കഷ്ടപ്പെട്ട് പഠിച്ചു ഓർമ്മിച്ച് വെക്കണം. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ക്ലിനിക്കൽ സൈക്കോളജി. ആക്ച്വലി എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഒരു കൗൺസിലിംഗ് നടക്കോ? ഇതെന്താ വിവരക്കേട് പറയുന്നത്? ദേ ഇത് കേട്ടോ, ഒരു പെണ്ണിന്റെ പിറകെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത്, അവളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് ശല്യം ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ജീവിതത്തിൽ കുറച്ചെങ്കിലും മുന്നേറാൻ നോക്ക്. ഇതിലുള്ളതെല്ലാം ഞാൻ ഓർമ്മിച്ചിരിക്കണം. മറ്റുള്ളവരുടെ മനസ്സൊന്ന് മനസ്സിലാക്ക്. നന്ദി, നമസ്കാരം. Closely related to mental imagery is special thinking, the kind that we use when we want to determine a shortcut between 2 locations or when we mentally try to rearrange a furniture living room. പേജ് 217 നോക്കി അങ്ങനെ കാണാൻ പറ്റും. Another means is by mental images. By consulting a mental picture, a traveler might determine the shortcuts as from a mental map. എങ്ങനെ? എൻ്റെ പേര് ഹരീഷ് രാമനാഥൻ. എനിക്ക് അച്ഛനും അമ്മയില്ല. ഇവിടെ അമ്മാവൻ്റെ കൂടെയാണ് താമസം. ഒരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തുക. ആദ്യം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ മലേഷ്യയില. ആൻഡ് ഓൾസോ ഞാനങ്ങനെ പെണ്ണുങ്ങളുടെ പുറകെ ഒന്നും കറങ്ങി നടന്നിട്ടില്ല. യുനോ. എങ്ങനെ? എന്ത്? അല്ല, ഒരു പ്രാവശ്യമല്ലേ നോക്കിയുള്ളൂ. അതാണ്. തനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞേ. വാട്ട്? പറയേ. കളിക്കല്ലേ? അയ്യോ ശരി, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കണോ? Close related to mental imagery, randaka. What we call special thinking, randaka. Shortcut between 2 locations, randaka. Stop it. See, so simple. Thanks. You're welcome. ഒന്ന് നിന്നേ. നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് സാരമില്ല. എക്സാം കഴിഞ്ഞ് എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ പറയാം. ഞാനെപ്പോഴാ കാണാൻ വരുമെന്ന് പറഞ്ഞ? വരാൻ പറ്റില്ല? ഞാൻ ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലേ? പരീക്ഷയ്ക്ക് മുമ്പ് വേണ്ടാത്തൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷേ അയ്യോ, വേണ്ട, ഞാൻ വരാം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞു തന്ന എക്സാമിന് വരാൻ പോകുന്നത്. താൻ സൂപ്പറായിട്ട് എഴുതിയാൽ മതി. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് സീ യു ആഫ്റ്റർ ദ എക്സാം. ഓ, ഓക്കെ, താങ്ക്സ്. അതേ ചോദ്യമല്ലേ ചോദിച്ചത്? സാരമില്ല, താങ്ക്സ് പറഞ്ഞാൽ മതി. എന്റെ കാലി വീണ് എന്റെ ദൈവമേ നിങ്ങളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഐ ഡോണ്ട് ലൈക്ക് ഓൾ ദാറ്റ്. നോ സില്ലി ഇമോഷൻസ്. ഹേയ്,
ഏതോ ഒരു ഫ്ലൂക്കിൽ നടന്നെന്ന് കരുതി വലിയ ആളാണെന്ന് ഭാവിക്കണ്ട. മിസ്റ്റർ ഹരീഷ് രാമനാഥൻ, യു ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. അത് കൊള്ളാലോ, എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലേ. ഇപ്പൊ തന്റെ പ്രോബ്ലം എന്താടോ? പറയണമെങ്കിൽ പറയാം. ഈ എടോ പോടോ അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ശരി പറ. പറയാം, പക്ഷേ എനിക്ക് എങ്ങനെ തുടങ്ങണമെന്ന്. കളിക്കല്ലേ. ശരി പറയാം, കേട്ടോ. തന്നെ കണ്ട അന്ന് മുതൽ ഒരു സ്വപ്നം എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഏയ് ചേച്ചി, അങ്ങനത്തെ സ്വപ്നമല്ല, ഇത് വേറെ. ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോൾ ചട്ടപ്പെട്ടാന്നൊരു ശബ്ദം കേട്ട് ഞാൻ എഴുന്നേറ്റു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുമ്പിൽ 2 താലം. ഒരു താലത്തിൽ പൂവ്, മറ്റൊന്നിൽ ഈ ചന്ദനം, കുങ്കുമം അങ്ങനെയൊക്കെ. ആ 2 താലത്തിലും ഞാൻ കൈ എത്തിച്ച് പിടിക്കാൻ നോക്കുമ്പോൾ അതെന്നെ വിട്ട് അകന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞാനും ആ താലത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കതക്. അത് തുറന്ന് ഉള്ളിലേക്ക് പോയതും അവിടെ ഒരു പന്തൽ, ആൾക്കൂട്ടം. ഒരാളിരുന്ന് നാദസ്വരം വായിക്കുന്നു. അയാൾ എന്നെ കണ്ട ഉടനെ എടാ ഹരീഷേ, ദേ ഇങ്ങോട്ട് നോക്കടാന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ നോക്കിയപ്പോ ആ സ്ഥലത്ത് നിറപറയും പൂക്കുലയും. അതിനു മുമ്പില് ഒരു തേങ്ങ ഇരിക്കുന്നു. ആ തേങ്ങയുടെ അടുത്ത് ഒരു താലി. This is so simple. നിക്ക് ഞാൻ പറയട്ടെ, മുഴുവനും കേക്ക്. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ആ തേങ്ങ തന്റെ മുഖമായിട്ട് മാറിയിട്ട് എടാ ഹരീഷേ കെട്ടടാ താലി എന്ന് പറയാ. നിന്നെ ഞാൻ ശരിയാക്കൂടാ. അയ്യോ, ഇതിനു വേണ്ടിയാണോ എനിക്ക് 3 ദിവസം വരുത്തിച്ച? അടിക്കണേ. ഛെ, ചുമ്മാ ഇരി. എന്റെ മുഖം എന്താ? തേങ്ങ പോലെയാണോ? ഏയ്, നിന്നെ ഞാൻ വിടില്ലടാ. ആക്ച്വലി റിയലി ലൈക്ക് യു നോ. ആള് മാറിപ്പോയി മോനെ. യു നോ, വിധിയാണ് നമ്മളെ തമ്മിൽ കണ്ടുമുട്ടിച്ചെന്ന് എനിക്ക് തോന്നുന്നു. വിധിയെ വിശ്വസിക്കുന്ന ആളാ നീ. തന്നെ കണ്ടുമുട്ടുന്നവരെ ഒന്നിലും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ഞാൻ 1 മാസത്തിനകം ഇന്ത്യക്ക് പോകും. സോ വാട്ട്? 1 മാസത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കാം? ഹരീഷ്, 3 ദിവസമായിട്ട് നീ എന്നെ കാണാൻ ആഗ്രഹിച്ച് നടക്കില്ലായിരുന്നു. എന്താ ശരിയല്ലേ? ഞാൻ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് യുനോ എന്തുകൊണ്ട് ഒരു ദിവസം 6 പ്രാവശ്യം കണ്ടുകൂടാ? എന്തിന്? ഗുഡ് ക്വസ്റ്റ്യൻ. ഉത്തരം നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ഹരീഷ്, നീ 1 മാസം എന്റെ കൂടെ കൂടി എന്നെ ഒന്ന് മനസ്സിലാക്ക്. അതിനുശേഷം എന്നെ ഇഷ്ടമായില്ലെങ്കിൽ ബൈ പറഞ്ഞ് നാട്ടിലേക്ക് വയ്ക്കും. ഒരു പ്രശ്നവുമില്ല. യാ ഹലോ, എന്റെ ഈശ്വര, ഈ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്ക്. ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവൾ എടുക്കുന്ന തീരുമാനം. ഹരീഷ്, സോറി. സോ 1 മാസം. യെസ്. കണ്ട നാൾ മുതലായി കാതൽ പെരുകുതടേ, கையினில் வேல் பிடித்த கருணை செய்வ பாலனை, கண்ட நாள் முதலாய் காதல் பெருகுதடி. വെരി നൈസ്, വെരി നൈസ്. ആ ഹരീഷേ, വാ മോനെ. ഇവൻ എൻ്റെ ചേച്ചിയുടെ മോനാ ഹരീഷ്. ദിസ് ഈസ് മൈ ഫ്രണ്ട് രാധാകൃഷ്ണൻ. ഹലോ. ഇത് അദ്ദേഹത്തിന്റെ വൈഫ് സരസ്വതി, ഇവരുടെ മകൾ സന്ധ്യ. ആ രാധാകൃഷ്ണൻ സിംഗപ്പൂരിൽ ബിസിനസ് നടത്തുന്നു. നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇദ്ദേഹത്തെ വെച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ. ഹരീഷിന്റെ കുഞ്ഞുനാളിൽ തന്നെ എൻ്റെ ചേച്ചിയും അദ്ദേഹവും ഞങ്ങളെ വിട്ടുപോയി. ദൈവനിശ്ചയം. എനിക്കും ലളിതയ്ക്കും കുട്ടികളില്ല. ഹരീഷാണ് ഞങ്ങളുടെ മകൻ. ഇപ്പോൾ 3 വർഷമായിട്ട് ഞങ്ങളെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ഹരീഷാണ്. ഞാൻ സംഗീത കച്ചേരിയും പുസ്തക വായനയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഇൻഫാക്ട് ഹരീഷ് ടേക്ക് ഓവർ ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ പ്രോഫിറ്റ് വളരെയധികം മെച്ചപ്പെട്ടു. ഞങ്ങളുടെ സന്ധ്യ മോൾക്കും സിംഗപ്പൂർ എയർലൈൻസിന് നല്ല പേരാ. ഓ, അവള് പാട്ട് വളരെ നന്നായിട്ട് പാടും, കേട്ടിട്ടുണ്ടോ? ആ ഞാൻ കേട്ടായിരുന്നു. വെരി നൈസ്. താങ്ക് യു സോ മച്ച്. ചെറുക്കം കൊള്ളാല്ലേ? എക്സ്ക്യൂസ് മീ, ഒരു ഫോൺ കോൾ. എന്താ ദേവു? ഹരീഷ്, ഞാൻ 4 ദിവസത്തിനകം നാട്ടിൽ പോവും. അറിയാം, അതിനിപ്പോ എന്താ? ഏയ്, എന്താ ദേവു, എന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? ഞാൻ 4 ദിവസത്തിനകം നാട്ടിൽ പോകുന്നു പറഞ്ഞ അതിനെന്താന്ന് പറയുന്നത്? ഫൂൾ. അല്ല, ഞാൻ ഒന്നും പറയണ്ട. 10 മിനിറ്റിനുള്ളിൽ എന്നെ വന്ന് കാണണം. ഞാൻ പാർക്കിലുണ്ടാവും. ദേവു. കുടിക്കോ? സോറി അമ്മാവ, എന്താ? ഒരു അത്യാവശ്യ ജോലി ഉണ്ടായിരുന്നു. ഐ ഹാവ് ടു. ആ നിന്റെ അത്യാവശ്യം നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, ബൈ. സൂക്ഷിച്ചു പോമനെ. ഞങ്ങളുടെ ഐശ്വര്യമാണ് അവൻ. ഏ ദേവു, എന്താ കാര്യം? നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? എന്താ ഇത്? എന്നോട് വരാൻ പറഞ്ഞിട്ട് എന്തിനാ വന്നേന്നോ? നിനക്കല്ലേ എന്നോട് സ്നേഹമില്ലാത്തത്? ആരാ പറഞ്ഞ? ഞാൻ നാട്ടിലേക്ക് പോണെന്ന് പറഞ്ഞപ്പോ അതിനെന്താന്ന് ചോദിച്ചില്ലേ? നിന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന് നീ പോവണ്ടേ? എനിക്ക് നാട്ടിലേക്ക് പോവാൻ ഇഷ്ടമല്ല. എന്താ പെട്ടെന്ന്?
പോണം തോന്നൂലായിരുന്നു. എപ്പോഴും നാട്ടിലേക്ക് പോണമെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടുന്ന് പോവാൻ കഴിയുന്നില്ല. നിന്നെ തനിച്ചാക്കാൻ എനിക്ക് വയ്യ. മൊത്തം പ്രശ്നമായല്ലോ. ഒരുപക്ഷെ നിനക്കും എന്നെ ഇഷ്ടമായിട്ടുണ്ടാവോ, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചാ ഒന്നും പറയില്ല അല്ലേ? ഇനി എന്താ നടക്കുക? ചേച്ചേ നോട്ടി ഗേൾ, നീ എന്താ പറഞ്ഞേ? ഏയ്, എന്റെ വീട്ടിൽ എങ്ങനെ പറയുന്ന ചോദിച്ച? അതാണോ? ഫോൺ എടുത്ത് ഹരീഷ് എന്നൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നു എന്ന് പറ. അവൻ നല്ല കുടുംബത്തിൽ പിറന്നവനാണ്, നല്ല ജോലിയുണ്ട്, നിങ്ങളുടെ മകളെ അവൻ പൊന്നുപോലെ നോക്കുന്നു പറ. അയ്യോ, നിന്നെ ഞാൻ ഇവിടെ വിട്ടിട്ട് എങ്ങനെ പോവൂടാ? ഒന്ന് ചുമ്മാതിരിക്കെ. നീ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞാൻ സന്തോഷമായിട്ട് കറങ്ങി നടക്കുമെന്ന് വിചാരിച്ചോ? ഞാനില്ലാതെ നീ ഫ്ലൈറ്റിൽ കയറില്ല മോളെ. യു സീ, ഞാൻ നിന്റെ കൂടെ നാട്ടിലേക്ക് വരാം. നിന്റെ അച്ഛനും അമ്മയും കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ച് കല്യാണം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തിരിച്ചു വരാം. So simple, അല്ലേ? പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. അതെന്താ? അത് ഐ ലവ് യു.